പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് വയനാട് പടവെട്ടിക്കുന്ന് നിവാസികൾ നടത്തുന്ന സൂചനാ സമരം ആരംഭിച്ചു. ചൂരൽമല ടൗണിലാണ് സമരം. പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ പടവെട്ടിക്കുന്നുകാർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആഷിഖ് റഹ്മാൻ ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ആഷിഖ്, നമുക്കറിയാം ഈ പടവെട്ടിക്കുന്നൊക്കെ മുണ്ടക്കയോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. ആ ദുരന്തത്തിൻ്റെ ആഘാതം മുണ്ടക്കയെ പോലെ തന്നെ അവരെയും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇപ്പോൾ തങ്ങളെ കൂടി പുനരധിവാസ പട്ടികയിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് സൂചനാ സമരം തുടങ്ങിയിരിക്കുന്നത്. അവർ എത്ര പേരുണ്ട്? അവരുടെ കാര്യത്തിൽ ഒരു അനുഭാവപൂർണമായ സമീപനം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആഷിഖ്? ലക്ഷ്മി, പടവെട്ടിക്കുന്നുകാർ നടത്തുന്ന സമരം ഇപ്പോൾ ചൂരൽമല ടൗണിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഒരു സമരം ആരംഭിച്ചിട്ടുള്ളത്. 27 കുടുംബങ്ങളാണ് പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത്. ഈ കുടുംബങ്ങളെ കൂടി പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഒരു സമരം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെയോടുകൂടി സമരം ആരംഭിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മർക്കാർ അടക്കമുള്ളവർ ഈ ഒരു സമരത്തിന് പിന്തുണയുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പടവെട്ടിക്കുന്നുകാർ എന്ന് പറയുന്നത് ഈ ദുരന്ത മേഖലയിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട ഒരു വിഭാഗമാണ്. അവർ 27 കുടുംബങ്ങൾ മാത്രമാണ് അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത്. ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കയിൽ ഏകദേശം 1 കിലോമീറ്റർ ദുരന്ത ഭൂമിയിലൂടെ നടന്നിട്ട് വേണം അവിടേക്ക് എത്താൻ. ആ ഒരു പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടതോടെയാണ് തങ്ങളെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിന് ഇറങ്ങിയത്. ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ 1000 വീടുകളോളം സർക്കാർ പ്രഖ്യാപിച്ച ശേഷം ഇപ്പോൾ വെറും 393 വീടുകൾ മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? തങ്ങളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, എല്ലാവരെയും വീട് നൽകുമെന്ന് സർക്കാർ തങ്ങളെ പറ്റുകയാണെന്ന് അടക്കം നിരവധി ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ദുരന്തബാധിതരായ നിരവധി പേര് ഇവിടേക്കുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സമരത്തിലേക്ക് പോവുകയാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വന്നത്? ഞങ്ങളിപ്പോൾ ഇത് കുറേ കാലമായി നമുക്കിപ്പോൾ ലിസ്റ്റ് രാവിലെ വരും പറഞ്ഞിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ ആയിട്ട് നമ്മളെ പടവെട്ടിക്കുന്ന് അല്ലാതെ ഒരു കുറേ ഒറ്റപ്പെട്ട കുറേ പ്രദേശങ്ങളിൽ ഇതുവരെ നമുക്ക് ആ ലിസ്റ്റിൽ ഞങ്ങൾ ആരും പേരുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രതിഷേധം വേണ്ടിയിട്ടുള്ള ഒരു സൂചന ഒരു സമരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. ഇതിപ്പോൾ ഞങ്ങൾ പടവെട്ടിക്കുന്നിലാണ്, ഞങ്ങൾ സ്കൂൾ റോഡിലാണ് ഞങ്ങൾ വീട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നിൽക്കാൻ പറ്റില്ല. മക്കളൊക്കെ പേടിച്ച് ആ ടൈമിൽ ഞങ്ങൾ പേടിച്ച് വന്നതാണ്. ഇനി ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്കൊരു വീട്, ഞങ്ങൾക്ക് പുനരധിവാസമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുവരെ ആയിട്ടും ഒരു 3-4 ലിസ്റ്റ് വന്നു. ഞങ്ങൾ വരും ഞങ്ങൾ ലിസ്റ്റ് പേരുണ്ടാവും എന്ന് വിചാരിച്ച് പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതുവരെ ആയിട്ട് ഞങ്ങളൊരു പേര്, ഞങ്ങളൊരു എത്ര ആൾക്കാർ, ഒരു 37 കുടുംബത്തോളം ഉണ്ട്. അവരാരും പേര് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങളൊരു സൂചനാ സമരമായിട്ടുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് മുന്നോടിയായിട്ട് ഇനി നമുക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ ഒരു സമരത്തിൽ ഞങ്ങൾ മക്കളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഓടിയെട്ടി സമരത്തിലേക്ക് പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളൊരു ഇതിൽ വരുന്നത്. ചേച്ചി, നമ്മളിങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുമ്പോഴേ എത്ര പേർക്കും വീട് കിട്ടിയിട്ടില്ലല്ലേ? ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം? സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചുള്ളത്. നമുക്ക് വീട് എത്തുന്നവർ ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ മൂന്ന് ലിസ്റ്റ് വന്നപ്പോൾ നമുക്കൊന്നും വീട് വന്നില്ല. പടവെട്ടിക്കുന്നാരെ മൊത്തം പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാവരും ഉൾപ്പെടുത്തണം പറഞ്ഞിട്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ലക്ഷ്മി, അതാണ് വലിയൊരു ദുരിതമാണ് ഇവർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ പടവെട്ടിക്കുന്നിന് സമീപമുള്ള നിരവധി വിഭാഗക്കാർ ഇവർക്ക് പിന്തുണ എത്തിയിട്ടുണ്ട്. പുഞ്ചിരിമട്ടം അടക്കം ഈ നിരവധി പാടുകളുണ്ട്. ഇവരെല്ലാവരും ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. പക്ഷേ സർക്കാരിന്റെ കണക്കിൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്ന സമയത്ത് പോലും ഭൂരിഭാഗം ആൾക്കാരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചായത്ത് അടക്കം നൽകിയ ലിസ്റ്റ് 540 പേരാണ്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ ലിസ്റ്റിൽ വന്നവർ 393 ആൾക്കാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 27-ാം തീയതി CM മുഖ്യമന്ത്രി ഈ ടൗൺഷിപ്പിനെ തറക്കല്ലിടുന്ന സമയത്ത് എത്ര ദുരന്തബാധിതരെ ഉൾപ്പെടുത്തുമെന്ന് പോലും ഇതുവരെ ലിസ്റ്റ് പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തങ്ങളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും 2 ടൗൺഷിപ്പ് നടപ്പാക്കണമെന്നാണ് ഇവിടെ പ്രധാന ആവശ്യം. ഈ സമരം ഏകദേശം ഉച്ചക്ക് 12 മണി വരെ നീക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഈ ഒരു സർക്കാരിന്റെ തീരുമാനം അനുകൂലമായില്ലെങ്കിൽ തുടർ സമരം നടത്താൻ തന്നെയാണ് ഈ ദുരന്തബാധിതരുടെ തീരുമാനം. ലക്ഷ്മി, ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. പടവെട്ടിക്കുന്നുകാരും സമരത്തിലേക്ക് നീങ്ങുകയാണ്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ വനം വകുപ്പ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കാൻ വനം വകുപ്പിന്റെ ശുപാർശ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണനാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ,
ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ ഈ ഒരു തീരുമാനം എല്ലാവരെയും തന്നെ ഞെട്ടിച്ചതായിരുന്നു. അതങ്ങനെ ആ രീതിയിൽ നടപ്പാകാൻ പോകുന്നില്ല എന്ന് ആ വാർത്ത കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതുമായിരുന്നു. ഇപ്പോഴിതാ വനംവകുപ്പ് നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് വനം വകുപ്പ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ? പിന്നെ ആ പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ഏതെങ്കിലും മൃഗങ്ങളെ അവിടെ വെടിവെച്ച് കൊന്നിരുന്നോ ഇതിനോടകം? ലക്ഷ്മി പത്മ, എന്ത് തന്നെയായാലും ഈ ഒരു പഞ്ചായത്ത് ഇത്തരത്തിലൊരു തീരുമാനം വന്നതിന് ശേഷം മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയോ മറ്റു നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ ഈ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് അതിനെതിരെ ഒരു ശുപാർശ നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു നിയമം പഞ്ചായത്ത് ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ട സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിയമം, അതായത് പഞ്ചായത്തിന് അത്തരത്തിലൊരു അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അന്ന് തന്നെ വനം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതികരിച്ചിരുന്നു. ഈ ഒരു നിയമമാണ് ഇപ്പോൾ ഈ ഒരു പഞ്ചായത്ത് എടുത്ത തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു ശുപാർശ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓണററി ലൈഫ് വാർഡൻ അധികാരം എടുത്തു കളഞ്ഞു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണനാണ് സർക്കാരിലേക്ക് ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതായത് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം മാത്രമാണ് ഇത്തരത്തിൽ പഞ്ചായത്തിനുള്ളത്. മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അവയെ ജീവഹാനി വരുത്തുവാനോ എന്നുള്ള അധികാരം പഞ്ചായത്തിനില്ല എന്ന് തന്നെയാണ് അന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അതായത് ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 10 വാർഡുകൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ മൃഗശല്യം, അതായത് വന്യമൃഗശല്യം വളരെ രൂക്ഷമായി തുടരുന്നിരുന്നു. ഇതിനെതിരെ ആയിരുന്നു ഇത്തരത്തിൽ ഒരു പഞ്ചായത്ത് ഈ ഒരു നടപടി കൊണ്ടുവന്നത്. കാരണം ജീവഹാനി വരുത്തുന്നു, കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. ഇതിനെതിരെ ആയിരുന്നു ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് നീങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. അതായത് നാട്ടിലിറങ്ങുന്ന ആനയായാലും കടുവയായാലും ഏത് മൃഗമായാലും വെടിവെച്ച് കൊല്ലും എന്നുള്ള തീരുമാനത്തിലായിരുന്നു പഞ്ചായത്ത്. എന്തായാലും പഞ്ചായത്തിന്റെ ഈ നടപടിക്കെതിരെയാണ് ഇപ്പോൾ വനംവകുപ്പ് ശുപാർശ നൽകിയിട്ടുള്ളത്. ലക്ഷ്മി, ഏതായാലും ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ ആ അറ്റകൈ തീരുമാനം നടപ്പാകില്ല എന്നുള്ളത് തന്നെയാണ്. വനം വകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോകുന്നു. രമ്യ ദാസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.